രണ്ടാം ക്രിസ്തു എന്നറിയപ്പെട്ട അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കല്ലറയിലാണ് നമ്മളുള്ളത്. ചരിത്രത്തിൽ ആദ്യമായി ദീർഘമായ വണക്കത്തിന് അസീസിയിലെ ഫ്രാൻസിസിൻ്റെ തിരുശേഷിപ്പുകൾ പുറത്തെടുത്തിരിക്കുകയാണ്. ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിൻ്റെ 800-ാം വാർഷികമായ ഈ കൊല്ലം ലയോ 14 പാപ്പ ഫ്രാൻസിസ്കൻ ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അസീസിയിലെ ഈ സ്നേഹഗായകൻ്റെ തിരുശേഷിപ്പ് വണങ്ങുന്നതിനു വേണ്ടി പ്രാർത്ഥനയോടെയും വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ചുമെത്തുന്ന തീർത്ഥാടകർക്ക് ലയോ പാപ്പ ദണ്ഡവിമോചനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വർഷം മാർച്ച് 22 വരെയാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഇവിടെ വരുന്ന പൊതുജനങ്ങൾക്ക് ഈ പുണ്യ അവസരം ലഭ്യമായിട്ടുള്ളത്. വളരെ അനുകരണീയമായ ക്രമീകരണങ്ങളാണ് നമ്മുടെ ഫ്രാൻസിസ്കൻ സഹോദരങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ ദിവസം തോറും ഇവിടെ എത്തുന്നുണ്ടെങ്കിലും ഒരു തിക്കും തിരക്കും നമുക്ക് അസീസിയുടെ ബസിലിക്കയിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പ്രാർത്ഥനയോടെ ബസിലിക്കയിൽ കയറി ധ്യാനത്തോടെ വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ കണ്ടു വണങ്ങുന്നതിന് നമുക്കെല്ലാവർക്കും അവസരമുണ്ട്. ഫ്രാൻസിസ്കൻ ജൂബിലി വർഷത്തിലെ ഏറ്റവും ആകർഷകമായ കാര്യം ഓഗസ്റ്റ് 6 നടക്കുന്ന യുവജന സംഗമമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലയോ പാപ്പ അന്ന് ഇവിടെ ലോക യുവജനങ്ങളുമായി സംവദിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കല്ലറയെ സംബന്ധിച്ച് വളരെ രസകരമായ ഒരു ചരിത്രം കൂടിയുണ്ട്. 1226 ഫ്രാൻസിസ് പിതാവ് സഹോദരി എന്ന് അദ്ദേഹം വിളിച്ചിരുന്ന മരണത്തെ സ്വീകരിക്കുന്നത്. 2 വർഷത്തിനുള്ളിൽ തന്നെ ഗ്രെഗറി 9 പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്യുകയും തിരുശേഷിപ്പുകൾ പുതുതായി നിർമ്മിക്കപ്പെട്ട ബസിലിക്കയിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധനെന്ന് പൊതുജനം വിശ്വസിച്ചിരുന്ന ഫ്രാൻസിസിൻ്റെ തിരുശേഷിപ്പുകൾ മോഷ്ടിക്കപ്പെടാനുള്ള സാഹചര്യം പരിഗണിച്ച് ഫ്രാൻസിസ്കൻ സന്യാസിമാർ ആ തിരുശേഷിപ്പുകൾ മറവ് ചെയ്ത ഇടം വളരെ രഹസ്യമായി സൂക്ഷിച്ചു. ഏതാനും ചില സഹോദരങ്ങൾക്ക് മാത്രമായിരുന്നു ആ കബറിടത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നത്. പിന്നീട് 1818 മാത്രമാണ് മതിയായ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ആ കല്ലറ പൊതുജന വണക്കത്തിനായി തുറന്നുകൊടുത്തത്. ഫ്രാൻസിസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിൻ്റെ 750-ാം വാർഷികത്തിൽ 1978 ഒരു ദിവസത്തേക്ക് ആ ഭൗതിക ശരീരം പുറത്തെടുത്തത്. വത്തിക്കാൻ പ്രതിനിധികളും ശാസ്ത്രരംഗത്തെ വിദഗ്ധരും മാത്രമായിരുന്നു അന്ന് ആ സന്ദർശനത്തിനുണ്ടായിരുന്നത്. ഇന്നിതാ 1 മാസക്കാലത്തേക്കാണ് വിശുദ്ധൻ്റെ ഭൗതിക തിരുശേഷിപ്പുകൾ വിശ്വാസികളുടെ വണക്കത്തിനായി ലഭ്യമായിരിക്കുന്നത്. മധ്യ ഇറ്റലിയിലെ ചെറിയ ഗ്രാമമായ അസീസി വിശുദ്ധരുടെ ഒരു സംഗമ സ്ഥലം കൂടിയാണെന്ന് നമുക്കറിയാമല്ലോ. വിശുദ്ധ ക്ലാര പുണ്യവതിയും യുവജന വിശുദ്ധനായ കാർലോ അക്യൂട്ടിസും ഇവിടെ തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇരുവരുടെയും കല്ലറകളിൽ പ്രാർത്ഥിക്കുന്നതിനും ഫ്രാൻസിസ് ജനിച്ച പുൽത്തൊഴുത്ത് സന്ദർശിക്കുന്നതിനുമൊക്കെയായി ഇവിടെ എത്തുന്ന തീർത്ഥാടകർ സമയം ചെലവഴിക്കുന്നതും നമുക്ക് കാണാനാകുന്നുണ്ട്. അങ്ങനെ 2026 ലോകമെങ്ങുമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അസീസി ഒരു വിശുദ്ധ സംഗമ ഭൂമികയായി വീണ്ടും മാറിയിരിക്കുകയാണ്.